അത് എൽ ക്ലാസിക്കോന്റെ ഒരു എന്താണ് പറയാ മാറ്റം. കാരണം ഇപ്പൊ ഒരിക്കലും ഇപ്പൊ നമ്മൾ പണ്ടത്തെ ഒരു ഫീൽ ഇല്ല ഇപ്പൊ എൽ ക്ലാസിക്കോയിൽ. പണ്ട് പറഞ്ഞാൽ എൽ ക്ലാസിക്കോ പറഞ്ഞാൽ റൈവറി ആയിരുന്നു. പല പല റൈവറികളാണ്. ഇപ്പൊ എന്താ പറയുക, ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ റൊണാൾഡോ വേഴ്സസ് മെസ്സി, അതേപോലെ തന്നെ MSN വേഴ്സസ് BBC, പിന്നെ അതേപോലെ തന്നെ കീപ്പർ പ്ലേയേഴ്സിന്മാർ ഇപ്പം നമ്മൾ ഫ്രണ്ട് ലൈൻസ് തമ്മിൽ മാത്രമല്ല, നമ്മളെ ഗോൾ കീപ്പേഴ്സ് തമ്മിൽ റൈവറിയാണ്. ഇപ്പം നമ്മളെ ഗോൾ കീപ്പേഴ്സ്, ഇപ്പം അന്നത്തെ ഗോൾ കീപ്പേഴ്സ് ആയിട്ടുള്ള ആ ഗോൾ കീപ്പേഴ്സ് തമ്മിലുള്ള റൈവറി, അതേപോലെ തന്നെ കോച്ചുമാർ തമ്മിലുള്ള റൈവറി, ഇപ്പം നമ്മളെ പെപ് ഗാർഡിയോള, ഹൊസെ മൊറീനോ പോലത്തെ കോച്ചുമാർ തമ്മിലുള്ള റൈവറി, എല്ലാത്തിനും പീക്ക് ഫുട്ബോൾ എന്നൊക്കെ പറയില്ല, നമ്മൾ പറയില്ല, അത്രയും ലെവലിൽ സംഭവമാണ് ഈ എൽ ക്ലാസിക്കോ എന്ന് പറഞ്ഞാൽ. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. അതേപോലെ തന്നെ നമ്മൾ മെൻഷൻ ചെയ്യുന്ന സംഭവമാണ് ഈ ഫൈറ്റുകൾ, ഈ മത്സരത്തിന്റെ ഇടയിൽ ഉണ്ടാവുന്ന എന്താണ് ഇടിയും വഴക്കും കാര്യങ്ങളൊക്കെ, അതൊക്കെ നല്ല ആ ഒരു ഗെയിമിന്റെ സ്പിരിറ്റിൽ നമ്മളത് കണ്ടിരിക്കും. അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു എൽ ക്ലാസിക്കോ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ അത് ആകെ മാറിയിരിക്കണം. ഇപ്പൊ എന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ, റയൽ മാഡ്രിഡിന് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. ഇപ്പൊ അത് സത്യം തന്നെയാണ്. റയൽ മാഡ്രിഡിന് വലിയൊരു അപ്പർ ഹാൻഡ് ഉണ്ട്. ഇപ്പൊ എന്താണ് ഫൈനാൻഷ്യലി നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിലും, ഇപ്പൊ പ്ലേയേഴ്സിനെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, എങ്ങനെ നോക്കുകയാണെങ്കിലും റയൽ മാഡ്രിഡിന് ഇപ്പോൾ വലിയൊരു അപ്പർ ഹാൻഡ് ഉണ്ട് ബാർസലോണ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പൊ അത് വലിയൊരു ഇപ്പോഴത്തെ എൽ ക്ലാസിക്കോ പറഞ്ഞാൽ പണ്ടത്തെ പോലെ നമുക്ക് കാണാൻ ഒരു ഇതില്ലാത്ത രീതിയിലുള്ളതാണ്. അതിനെ പറ്റി എന്താ പറയുള്ളത്? ഇപ്പൊ നേരത്തെ ടബി പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് പണ്ടത്തെ ക്ലാസിക്കോല് ഫുള്ള് വേൾഡ് ക്ലാസ് പ്ലേയേഴ്സിന്റെ ഒരു 11 തന്നെയായിരുന്നു രണ്ട് ഭാഗത്തും. നമുക്കറിയാം സ്പാനിഷ് അമ്പന്മാരായിട്ടുള്ള രണ്ട് ജയൻസ് ആണ്, ഒന്ന് റയൽ മാഡ്രിഡ്, ഒന്ന് ബാഴ്സലോണ. ഇവർ റൈവലറി ഒരു കാലത്ത് അവസാനിക്കില്ല. വർഷങ്ങളായി തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോ പണ്ടിപ്പോ റൊണാൾഡോ, അതുപോലെ റൊണാൾഡീനോ തുടങ്ങി, ഇപ്പോ മെസ്സി, ക്രിസ്ത്യാനോ, അതും കഴിഞ്ഞ് ഇപ്പൊ വിനീഷ്യസും അതേപോലെ മറ്റ് ഗാവി പോലത്തെ പ്ലേയേഴ്സ് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സംഭവം. അപ്പൊ റയൽ മാഡ്രിഡ് ഇപ്പൊ ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് എന്നുള്ള സത്യമാണ്. റയൽ മാഡ്രിഡിന് ഇപ്പൊ ടോട്ടൽ അപ്പർ ഹാൻഡ് ഉണ്ട്. കഴിഞ്ഞ കളി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4-1 വിനീഷ്യസിന്റെ ഹാട്രിക്കോട് കൂടി ജയിച്ചു. അത് മുന്നത്തെ കളി ബെല്ലിങ്ങാം 2 ഗോൾ അടിച്ച് കളി ജയിപ്പിച്ചു. അപ്പൊ ഇങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും കുറച്ച് മുമ്പത്തെ ക്ലാസിക്കോ എടുത്ത് നോക്കുമ്പോൾ രണ്ട് ഭാഗത്തും കട്ടക്കട്ടക്ക് പല ക്ലാസിക്കോ ഗെയിംസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഏത് ലൈനിൽ പോകണം, ഇപ്പുറത്ത് മെസ്സി, അപ്പുറത്ത് റൊണാൾഡോ, ഇവിടെ നോക്കുമ്പോൾ നമുക്ക് റാമോസ്, അപ്പുറത്ത് നമുക്ക് വീക്യൂനെ കാണാൻ പറ്റും. അങ്ങനെ എല്ലാം കൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റവും കൂടുതൽ ഫാൻ ഫൈറ്റ് ഉണ്ടാക്കിയിട്ട് ഏറ്റവും ഫാൻ ഫൈറ്റ് ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ള പല മാച്ചുകളും ഉണ്ടായിട്ടുണ്ട്. റയൽ മാഡ്രിഡും അതുപോലെ ബാഴ്സലോണ തമ്മിലുള്ള ആ ഒരു റൈവലറി ഇതിങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു എൻഡിങ് ഉണ്ടാവില്ല. എന്നാലും പണ്ടത്തെ ഒരു വീര്യം ഇപ്പോ എൽ ക്ലാസിക്കോക്ക് ഇല്ല. ഇപ്പൊ എൽ ക്ലാസിക്കോ പണ്ടത്തെ ആ ഒരു മൂഡില്ല. അപ്പൊ MSN ഒരു ഭാഗത്തുണ്ടായിരുന്നു അന്ന്, ഇപ്പുറത്ത് BBC ഉണ്ടായിരുന്നു, ഇപ്പുറത്ത് ഇനിയസ്റ്റ പോലുള്ള വേൾഡ് ക്ലാസ് മിഡ്ഫീൽഡേഴ്സ്, ബുസ്കറ്റ്സ്. ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ടോണി ക്രൂസിനെ, നമുക്ക് ലൂക്കാ മോഡ്രിച്ചിനെ പോലത്തെ പ്ലേയേഴ്സിനെ കാണാം. ഡിഫൻസ് എല്ലാം കൊണ്ടും ഒരു ബെസ്റ്റ് 11 വേഴ്സസ് ബെസ്റ്റ് 11 കളിയായിരുന്നു ആ ഒരു സമയത്ത്. പക്ഷെ ഇപ്പോ കംപ്ലീറ്റ് ആയിട്ട് റയൽ മാഡ്രിഡ് ഡോമിനേറ്റ് ചെയ്യുന്ന കാഴ്ചയിൽ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ പണ്ടത്തെ ഒരു എന്താണ് ഒരു കളിയുടെ ഒരു വൈബ് ഇപ്പോ എൽ ക്ലാസിക്കോക്ക് ഇല്ല. അതൊക്കെ ക്ഷയിച്ച് ആകെ ഇല്ലാണ്ടായിരിക്കുന്നത്. ആ ഒരു അത്ര വാല്യൂ ഇല്ല. പലരും കളി കാണുന്ന പോലും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അതെ, അതായത് ആൾക്കാരുടെ വ്യൂവർഷിപ്പ് എല്ലാം കുറഞ്ഞിട്ടുണ്ട് മൊത്തത്തില്. ഇപ്പൊ മലപ്പുറംകാർക്ക് പറഞ്ഞ പോലെ തന്നെ ആ ഒരു നമുക്ക് കളി കാണാൻ തന്നെ ഒരു ത്വര ഉണ്ടാവൂലേ. എൽ ക്ലാസിക്കോ ഇന്ന് രാത്രി എൽ ക്ലാസിക്കോ നമുക്ക് കാണാം. ആ ഒരു സംഭവം പണ്ടത്തെ എന്ന് പറഞ്ഞാൽ അത്ര പീക്കാണ്. പണ്ട് എനിക്ക് ഓർമ്മയുള്ളതെന്ന് പറഞ്ഞാൽ, പണ്ട് നമ്മൾ ക്ലാസ്സിൽ നിന്നൊക്കെ എന്താണ് പറയുക, ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ എൽ ക്ലാസിക്കോളിലൊക്കെ ക്ലാസ്സിൽ നമ്മളിങ്ങനെ ചർച്ച തുടങ്ങും. അതായത് ക്ലാസ്സിൽ നിന്നേ ചർച്ച തുടങ്ങും എൽ ക്ലാസിക്കോനെ പറ്റിയിട്ട്. 2 ദിവസം 3 ദിവസം മുമ്പേ നമ്മൾ ചർച്ചകൾ തുടങ്ങും. ആര് ജയിക്കും, നമ്മൾ പേപ്പറിലും ബുക്കിലൊക്കെ ഇങ്ങനെ എഴുതി തുടങ്ങും. ഇന്നതാണ് നമ്മളെ പ്രെഡിക്റ്റഡ് 11 എന്ന് പറഞ്ഞിട്ട് റയൽ മാഡ്രിഡിന്റെ സ്കോഡ്, അതുപോലെ തന്നെ ബാർസലോണയുടെ സ്കോഡ് എഴുതും. എന്നിട്ട് നമ്മൾ എന്താണ് ആരൊക്കെ തമ്മിൽ അടി ഉണ്ടാവുന്നുള്ള എല്ലാം പ്രെഡിക്റ്റ് ചെയ്തിട്ട് നമ്മൾ പേപ്പറിലും ബുക്കിലൊക്കെ എഴുതിയിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നീട് വൈകുന്നേരം നമ്മൾ കളി കാണാൻ പോണ്, കളി കണ്ടിട്ട് കളി ജയിച്ചാലും തോറ്റാലും പിന്നെ അതന്നെയാണ് ചർച്ച. ഒരു 2 ആഴ്ച 3 ആഴ്ച അതന്നെയാവും ചർച്ച. അതിനെ പറ്റിയുള്ള ചർച്ചകളും അതിനെ പറ്റി തല്ലും വഴക്കും, അതൊക്കെയാണ് അന്നത്തെ മെമ്മറി. പക്ഷെ ഇന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി അത് എന്താണ് പറയുക, ചർച്ച സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പണ്ടത്തെ രീതിയിലുള്ള ഒരു വൈബും ഒരു രോമാഞ്ചിഫിക്കേഷൻ എന്നൊക്കെ പറയില്ല, അതൊന്നും ഇപ്പൊ ഇല്ല.